ഹലോ ഓൾ, എഡ്യു ഹോപ്പിന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് +1 റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആംഗിൾ ഓഫ് റീപോസ്. തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും നോക്കി. അതിനു മുമ്പ് നമ്മൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും നോക്കി. ഈ 4 പോയിന്റ്സ് ആംഗിൾ ഓഫ് റീപോസിലും അതേപോലെ ബാങ്കിങ് ഓഫ് എ റോഡിലും നമുക്ക് ആവശ്യമായ പോയിന്റ്സ് ആണ്. ആ ടോപ്പിക്കിൽ നിന്ന് 2 മാർക്സോ 3 മാർക്സോ 4 മാർക്സോ വരെ വരാം. 2 ചോദ്യങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ 4 മാർക്സ് വരെ കിട്ടാം. ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 2 മാർക്സ് ആണ് സാധ്യതയുള്ളത്. ലോസ് ഓഫ് മോഷനിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. 2 മാർക്സ് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് മിസ്സാക്കി കളയരുത്. അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റീപോസ് പഠിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കൃത്യമായി ബാങ്കിങ് ഓഫ് എ റോഡൂടെ പഠിക്കുമ്പോൾ ലോസ് ഓഫ് മോഷനിലെ ഏകദേശം പോയിന്റ്സുകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. ആ ബാങ്കിങ് ഓഫ് എ റോഡിനകത്തു നിന്ന് 4 മാർക്സ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ മാക്സിമം പെർമിസിബിൾ സ്പീഡിനെ പറ്റി നമുക്ക് ഡെറൈവ് ചെയ്യാനാണ് സാധാരണ ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആംഗിൾ ഓഫ് റീപോസ്? ആംഗിൾ ഓഫ് റീപോസ് ഈസ് ദ ആംഗിൾ ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ അറ്റ് വിച്ച് എ ബോഡി പ്ലേസ്ഡ് ഓഫ് ഇറ്റ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ക്രിയേറ്റഡ് ബൈ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ആര് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ്? ഇൻക്ലൈൻഡ് പ്ലെയിൻ. എപ്പോൾ ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെക്കുന്ന ഒരു ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. ഹിയർ ഇൻ ദ ഫിഗർ ആൽഫ ഇസ് ദ ആംഗിൾ ഓഫ് റീപോസ്. ആൽഫ ആണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ബോഡി വെക്കുമ്പോൾ ആ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് ഈസ് ദ ആംഗിൾ ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ആരുടെ ആംഗിൾ ആണ്? ബോഡിയുടെ അല്ല, ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ആംഗിൾ ആണ്. അറ്റ് വിച്ച് എപ്പോൾ എ ബോഡി പ്ലേസ്ഡ് ഓഫ് ഇറ്റ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. കണ്ടീഷൻ ഉണ്ട്. ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. നമ്മൾ ഈ ഫിഗർ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. നോക്കിക്കേ, ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി ഇരിക്കുന്നു. ഓക്കെ, ഈ ബോഡിയുടെ വെയിറ്റ് ആണ് എത്ര എന്ന് പറയുന്നത്? mg. ക്ലിയർ ആണല്ലോ. അപ്പൊ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിലേക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് നോർമൽ റിയാക്ഷൻ. n എന്നോ r എന്നോ റിയാക്ട് ചെയ്യാം. n എന്നോ r എന്നോ ഡിനോട്ട് ചെയ്യാം. നോട്ട് റിയാക്ട്, n എന്നോ r എന്നോ നമുക്ക് ഡിനോട്ട് ചെയ്യാം. n എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ റിയാക്ഷൻ ആണ്. നമ്മൾ ലിഫ്റ്റ് മോഷനിൽ കൃത്യമായിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുന്നുണ്ട്. നോർമൽ റിയാക്ഷൻ n എന്നോ r എന്നോ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ബോഡിയുടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്തു, നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ആക്ട് ചെയ്തു. ബോഡി ജസ്റ്റ് ഇങ്ങോട്ടാണല്ലോ സ്ലൈഡ് ചെയ്യുന്നത്. അപ്പൊ താഴേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. സിമ്പിൾ ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ എഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഇനി നോക്കിക്കേ, ഈ വെയിറ്റ് mg എന്ന് പറയുന്നത് 2ആയിട്ട് റിസോൾവ് ചെയ്യപ്പെടും. ആ 2ആയിട്ട് റിസോൾവ് ചെയ്ത കമ്പോണൻസ് ആണ് ഇവിടെ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. mg 2ആയിട്ട് റിസോൾവ് ചെയ്യപ്പെടും. ഒന്ന് mg കോസ് ആൽഫയും ഒന്ന് mg സൈൻ ആൽഫയും. ഇവിടുത്തെ ആംഗിൾ ആൽഫ ആയതുകൊണ്ടാണ് കോസ് ആൽഫയും സൈൻ ആൽഫയും ആയത്. ഇവിടെ തീറ്റ ആയിരുന്നെങ്കിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും ആയിരുന്നു. അതിനനുസരിച്ച് വേരിയബിൾ വരുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഇവിടെ കോസ് വന്നു, എന്തുകൊണ്ട് ഇവിടെ സൈൻ വന്നു? ആൽഫയുടെ അഡ്ജസന്റ് സൈഡാണ് ഇത്, ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത്. അഡ്ജസന്റ് എപ്പോഴും കോസ് ഇട്ടും ഓപ്പോസിറ്റ് എപ്പോഴും സൈൻ ഇട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാരണം ഡെഫിനിഷൻ നമുക്കറിയാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ ആൽഫയുടെ അഡ്ജസന്റ് ആയതുകൊണ്ട് mg കോസ് ആൽഫ, ആൽഫയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് mg സൈൻ ആൽഫ. ഫിഗറിൽ ഇത്ര സാധനമുണ്ട്. ഇനി ഫിഗറിനകത്ത് അടുത്ത എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ചോണം, അതാണ് ഇമ്പോർട്ടന്റ്. mg കോസ് ആൽഫ ആരെ ബാലൻസ് ചെയ്യും? നോർമൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യും. mg സൈൻ ആൽഫ ആരെ ബാലൻസ് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യും. അത് ഓർത്തിരുന്നോണം. നമ്മൾ ഈ ഫിഗർ മാത്രം പരീക്ഷയ്ക്ക് വരച്ചാൽ മതി. കഥയൊന്നും വലിച്ചു വാരി എഴുതണ്ട. ആവശ്യമുള്ള സാധനം മാത്രം എഴുതുക. ആൽഫ ആണെന്ത്? ആംഗിൾ ഓഫ് റീപോസ്. അത് എഴുതണം. എഫ് എന്താണ്? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ എന്തെന്ന് എഴുതിയാൽ മതി? ഫ്രിക്ഷണൽ ഫോഴ്സ്. mg എന്താണ്?
വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇത്രയും സാധനം മതി. ഇനി വേണമെങ്കിൽ mg cos ആൽഫയും mg sin ആൽഫയും നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? തൊട്ട് താഴോട്ട് ഇങ്ങനെ എഴുതി വെക്കണം. mg ഈസ് റിസോൾവ്ഡ് ഇൻടു 2 കമ്പോണൻസ്. 1 mg cos ആൽഫ, 2 mg sin ആൽഫ. ഇത്ര എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഇമ്പോർട്ടന്റ്. mg sin ആൽഫ ബാലൻസസ് f. mg sin ആൽഫ ആരെ ബാലൻസ് ചെയ്യുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് ആയ എഫിനെ ബാലൻസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത് എഴുതി. mg sin ആൽഫ ബാലൻസസ് f. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? f ഈസ് ഈക്വൽ ടു mg sin ആൽഫ. കാരണം ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് രണ്ട് ഈക്വൽ ആയിട്ട് നിന്നാലേ ബാലൻസ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആയി പോവും. ബാലൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f ഈസ് ഈക്വൽ ടു എത്ര എന്ന് എഴുതാം? mg sin ആൽഫ. നിങ്ങൾ തിരിച്ചു വേണേലും എഴുതിക്കോ, f ബാലൻസസ് mg sin ആൽഫ, ഒരു പ്രശ്നമില്ല. mg sin ആൽഫ ബാലൻസസ് f. അപ്പൊ നമുക്ക് എഴുതാം f ഈസ് ഈക്വൽ ടു mg sin ആൽഫ. ഇക്വേഷൻ നമ്പർ 1. 2 mg cos ആൽഫയാണ് നോർമൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? mg cos ആൽഫ ബാലൻസസ് n. mg cos ആൽഫ ആണ് ആരെ ബാലൻസ് ചെയ്യുന്നത്? n-നെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ n ഈസ് ഈക്വൽ ടു mg cos ആൽഫ. n ആണ് എന്തിനെ ബാലൻസ് ചെയ്യുന്നത്? mg cos ആൽഫ, അല്ലെങ്കിൽ mg cos ആൽഫ ആണ് n-നെ ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എഴുതി n ഈസ് ഈക്വൽ ടു mg cos ആൽഫ. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1/2 ആണ്. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, സൈൻ ഡിവൈഡഡ് ബൈ കോസ ഇവിടെ ചെയ്യാവൂ. ആംഗിൾ ഓഫ് റീപോസിന്റെ കേസ് ലാസ്റ്റ് വരുമ്പോൾ ആൻസർ ടാൻ വരണം. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ഇക്വേഷൻ 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ട കാര്യം എപ്പോഴും സൈൻ ഡിവൈഡഡ് ബൈ കോസ് ചെയ്യണം. സൈൻ ഡിവൈഡഡ് ബൈ കോസ് ചെയ്യുമ്പോഴേ ടാൻ കിട്ടും. അപ്പൊ 1/2 ചെയ്യുന്നു. അപ്പൊ എങ്ങനെ എഴുതുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആദ്യം ഡിവൈഡ് ചെയ്തു, f/n ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്തു, ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്തു, mg sin ആൽഫ ബൈ mg cos ആൽഫ. ഇനിയാണ് നമ്മൾ പഠിച്ചേ ഈ റിലേഷൻ ഇടുന്നത്. f/n എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. f/n എന്ന് പറഞ്ഞാൽ മ്യൂ എസും ആകാം മ്യൂ കെയും ആകാം. നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ആകാം, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും ആകാം. നമ്മൾ ഡയറക്റ്റ് രണ്ടും കൊടുക്കുന്നില്ല, ജനറലൈസ് ചെയ്ത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് കൊടുക്കുന്നു മ്യൂ. അപ്പൊ f/n മ്യൂ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് മ്യൂ ഈക്വൽ mg ക്യാൻസൽ ആയി പോവല്ലോ, mg പോയി. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്തോ ആൽഫ ആയി? ടാൻ ആൽഫ ആയി, ടാൻ ആൽഫ. അപ്പൊ മ്യൂ ഇസിക്കൽ എന്തെന്ന് കിട്ടി? ടാൻ ആൽഫ. മ്യൂ ആണല്ലോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ദ ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയല്ലോ. മ്യൂ ഈസിക്കൽ ടു ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ടാൻ ഓഫ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. പ്രൂവ് ദാറ്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ് ആയല്ലോ. അവിടെ നിന്ന് വേണമെങ്കിൽ ആൽഫ കണ്ടുപിടിക്കാം. ആംഗിൾ ഓഫ് റീപോസ് ഈസ് ഈക്വൽ ടു ഇതിനെ ഇപ്പുറത്തോട്ട് ചാടിച്ചാൽ മതി, ടാൻ ഇൻവേഴ്സ് മ്യൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ആംഗിൾ ഓഫ് റീപോസ്. 2 രീതി ക്വസ്റ്റ്യൻ വരാം ഇവിടെ നിന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് ദ ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇവിടെ വരെ ഡിറൈവ് ചെയ്തെടുക്കണം. 2 ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് ചോദിക്കാം. ഇവിടെ വരെ ചെയ്യണം. 2 മാർക്സ്, മാക്സിമം 3 മാർക്സ്, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. അത്രയും പോർഷൻ വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് ഇത്രയും മാത്രം സാധനം എഴുതുക. നമ്മൾ ഒരുപാട് കഥയൊന്നും എഴുതണ്ട. ഫിഗർ കൃത്യമായിട്ട് വരച്ചിരിക്കണം. ഫിഗർ ആയിരിക്കണം കറക്റ്റ് ആയിട്ട് വരേണ്ടത്. പിന്നെ ആംഗിൾ ഓഫ് റീപോസിന്റെ ഡെഫിനിഷൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ആംഗിൾ ഓഫ് റീപോസ്. ബാങ്കിങ് ഓഫ് എ റോഡൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇതിലെ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പം ബാങ്കിങ് ഓഫ് എ റോഡുമായി നെക്സ്റ്റ് വീഡിയോയിലെത്താം. താങ്ക് യു.